ഹായ് ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളെ റേറ്റിംഗ് പോയി, വിൻ റേറ്റ് പോയി, എല്ലാം പോയി. കുറേ കളി പൊട്ടി. അപ്പം ഡിവിഷൻ 2ലാണ് ഇപ്പോൾ ഉള്ളത്. 1880 അങ്ങാണ്ട് റേറ്റിംഗ് ഉണ്ടായി. ഞാൻ ഒറ്റയടിക്ക് പൊട്ടി. ഓക്കെ, പ്രൊസീഡ് കാണിച്ചിട്ടുണ്ട്. ഹിയർ വി ഗോ. പൊട്ടി ഇപ്പം 1790 അങ്ങനെ എന്തോ ഉണ്ട്. ഈ കളി ജയിച്ചാൽ നമ്മളെന്തായാലും ഡിവിഷൻ 1 കയറും. യെസ്, നമ്മൾ ഫുള്ള് പൊട്ടി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കം പോലെ പൊട്ടി പണ്ടാറടങ്ങും ഞാൻ. ഡിവിഷൻ 1 അല്ലേ ഇവൻ? യെസ്, ഡിവിഷൻ 1. നമ്മൾ കളിക്കുന്ന 4-1-2-3 തന്നെയാണ്. ചെറിയൊരു AMF ചെറിയ ഇത് വന്നിട്ടുണ്ട്. പിന്നെ സോൺ ഹ്യൂമിനെ കിട്ടി, കിയേസനെ കിട്ടി. സീനാണ്, സീന് സ്കോഡാണ്. അതും കിയേസയും സോൺ ഹ്യൂമിനും ഒരു ട്രൈയിലാണ് കിട്ടിയത്. ഞാൻ പിന്നെ 900 കോയിൻസ് കറക്കി അപ്പം തന്നെ കിട്ടി. അതായത് എനിക്ക് മൊത്തമായിട്ട് കിട്ടിയത് അല്ല, സെക്കൻഡ് ട്രയൽ കിട്ടി 900 1.8ഉം പിന്നെ ഒരു 400ലാണ് സലേനെ കിട്ടിയത്. അപ്പം 2.2Kയിൽ എനിക്ക് സോൺ ഹ്യൂമിൻ, സല, കേസ മൂന്നാളെയും വാരി. പിന്നല്ല, വീണ്ടും ടെൻ ഹാഗ് വേഴ്സസ് സാബി അലോൺസോ. സൗണ്ടൊക്കെ കറക്റ്റ് ആയിരിക്കും, അതാകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. ഇതിൽ കേൾക്കൂല. എർവിഗോ, കാസമീറോ ടു മെസ്സി. പോയി. ഇതാണ് എൻ്റെ പ്രശ്നം. വല്ലാണ്ട് പൊട്ടുന്നു ഡിഫൻസ്. കെ റോബർട്ട്സൺ, സ്നൈഡർ, എവിഗോ, സോൺ ഹ്യൂമിൻ. ഗൈസ്, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലപ്പസ് മാസ്റ്ററുമായിട്ട് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗെയിം പ്ലേ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതായത് ഇത് ഇട്ടിട്ട് അടുത്ത വീഡിയോ അതാവാനാണ് ചാൻസ്. ഇടാ നോക്കട്ടെ. എർവിഗോ, സ്നൈഡർ. വാട്ട് എ ട്രാപ്പ് ഗൈസ്, ചെസ്റ്റ് ട്രാപ്പ്. എൻ്റെ മോനെ ക്രോസ്, പിന്നെ ആ ചെസ്റ്റ് ട്രാപ്പ്, ഗോൾ കീപ്പറും ഡിഫൻസും എല്ലാം ബീറ്റ്. പിന്നെ എനിക്ക് സ്നൈഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കോയിൻസിൽ ഞാൻ വെറുതെ കറക്കിയപ്പോൾ അതിൽ സ്നൈഡറും കിട്ടി. കോമഡിയാണ് ഇത് അക്കൗണ്ടിൻ്റെ കാര്യം. നല്ല ലക്കുള്ള അക്കൗണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കഴിഞ്ഞ അക്കൗണ്ട് ഞാൻ PES 21 ടൈമിൽ കിട്ടില്ലായിരുന്നു. ആ ടൈം 100 കോയിൻസിൽ ഐക്കോണിക് ഇങ്ങനെ പറ തരും. എല്ലാ വീക്കിലും എനിക്ക് 3 വീക്ക് നിരത്തി അടിച്ചിട്ടുണ്ട് വെറും 100 കോയിൻസിൽ. എർവിഗോ, സലാ. രണ്ട് സൈഡിലും ബ്ലിറ്റ്സ് കേളേഴ്സാണ് ഉള്ളത്. എന്തായാലും ഒപ്പോണൻ്റ് കണ്ടൊന്ന് ബൈക്കേണ്ടതാണ്. ബ്ലിറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹാക്കിങ് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുമാതിരിയാണ്. കെ സല, ലൗട്ടാറോ. എന്ത് പാസറാ! ഇവർക്ക് പാസിങ് ഇല്ല, അതാണ് വലിയ കുഴപ്പം. ഇവർക്ക് ആർക്കും മര്യാദയ്ക്ക് പാസിങ് ഇല്ല. ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഇതിൽ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല എൻ്റെ ഓൺ പ്രോഗ്രഷൻ പോയിൻറ്റ്സ് ആണ് ഗൈസ്. ഞാൻ ഓട്ടോയിലൊക്കെ ഏറ്റവും ചെയ്യാറില്ല ഇപ്പോൾ. സലക്ക് സ്പീഡും കൊടുത്തു, ബോൾ കൺട്രോളും കുറച്ച് കൊടുത്തു, പിന്നെ ഫിനിഷിങ് കുറച്ച് 1-2 കൂട്ടി ഓട്ടോയിലൊക്കെ എന്നെ കാട്ടി. സോൺ ഹ്യൂമിനും പറയാൻ കഴിയുന്നില്ല, എന്ത് പേരടേ. സല പാസ് ടു മെസ്സി ടു ലൗട്ടാറോ. പാസ്, ഡബിൾ ടച്ച്, ഇറ്റ്സ് സോൺ ഹ്യൂമിൻ. എടാ ഓക്കെ ടേൺ ഫിനിഷ്. എടാ ഡബിൾ ടച്ച് ആൻഡ് ബ്ലിറ്റ്സ്. നടന്നില്ല. പക്ഷെ 2-0 അടിച്ചിട്ടുണ്ട് നമ്മൾ. ബാക്ക് ടു ഡിവിഷൻ 1 ആവും. കോൺഫിഡൻസ് വന്നു. ലെറ്റ്സ് ഗോ. മൾഡിനി, അർണോൾഡ്, മെസ്സി. എടാ വേണ്ടാത്ത പാസിങ് ഐസ്. പാസ്സൊന്നും അവിടെ ഒരു നീഡും ഇല്ല. മെസ്സി, സലാ, ബാക്ക് ടു മെസ്സി. കെ ലൗട്ടാറോ, പാസ് ആൻഡ് മൂവ്, ലെറ്റ്സ് ഗോ. സ്നൈഡർ, ബാക്ക് ടു ലൗട്ടാറോ, ടേണി. എടാ ഞാൻ ഷൂട്ട് ചെയ്യാൻ വയ്യായിരുന്നു. ഡെബ്രോയിന, മിസ്പാസ് കിട്ടി അത്രയേ ഉള്ളൂ. എടുത്തിട്ട് കളയുന്നോടാ. കിട്ടില്ലേ സല? നല്ല ഡിഫെൻസിങ് ആണ്. പക്ഷെ ഓക്കെ ഡിഫെൻഡിങ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഒരു ടൈറ്റ് വരുന്നു എനിക്ക് ഡിഫെൻസ് ചെയ്യുമ്പോൾ. ഡെബ്രോയിന, ഈടാ സോൺ ഹ്യൂമിൻ ആൻഡ് ഓക്കെ ഡൊണാറുമ്മ. പിന്നല്ല, പാസ് ടു സോൺ ഹ്യൂമിൻ, സ്നൈഡർ. ഓക്കെ മെസ്സി ലെറ്റ്സ് ഗോ. അങ്ങോട്ട് കേൾ, ഇറ്റ്സ് മെസ്സി. വാട ഗോൾ. ഞാൻ ഗോൾ വിചാരിച്ചില്ല. അതിന് മുമ്പ് വാട ഗോൾ എന്ന് പറഞ്ഞു, പക്ഷെ ഗോൾ ഏരിയായിരുന്നു. പോസ്റ്റിന് തട്ടുന്ന ഒരു നിമിഷം വിചാരിച്ചു അത്
പോസ്റ്റിനാന്ന്. അപ്പം എന്തായാലും 3-0 ലീഡ് ഗൈസ്. 3-0. ഇതിങ്ങനെ ഓക്കെ. ഒപ്പോണൻ്റ് ഡിഫൻസൊക്കെ മാറ്റുന്നുണ്ടാവുമായിരിക്കും. 3-0 അല്ലേ, തണുപ്പ് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് വർത്താനം പറയുമ്പം കുറച്ച് ശ്വാസം മുട്ടലും അല്ലേ. പിന്നെ കമൻ്റ് ഉണ്ടായിരുന്നു ഈ മൈക്ക് വെച്ചത് എന്തിനാന്ന്. ഇത് നമ്മുടെ എന്താ പറയുക, മൈക്ക് സോറി ഹെഡ്സെറ്റ് വെച്ചത് എന്തിനാന്ന് കമൻ്റ് ഉണ്ടായിരുന്നു. മൈക്കിന് വേണ്ടിയിട്ടാണ്. എടാ അവന് 102 ഗോൾ കീപ്പർ ഉണ്ടറാ, എന്നിട്ട് എന്തിനാ അവൻ ഇവനിട്ടെ? അത് നല്ലോണം നിൽക്കുമായിരിക്കൂലേ. 102 എപ്പിക് ബൂസ്റ്റർ അല്ലേ, അപ്പം അത്യാവശ്യം നിൽക്കണമല്ലോ. ഓക്കേ എടാ എടുക്കട ലെറ്റ്സ് ഗോ അലക്സാണ്ടർ അർണോൾഡ്. എന്നാലും സ്നൈഡറിൻ്റെ ആ ഗോൾ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. സ്നൈഡർ ഓക്കെ. പാസ് ടു സല, പാസ് ആൻഡ് മൂവ് ബാക്ക് ടു സല. ലെറ്റ്സ് ഗോ. സല എടാ ലെഫ്റ്റ്. എടാ എന്തിനാണ് റൈറ്റിനെ കൊണ്ടടിക്കുന്നേ? ലെഫ്റ്റ് ഫുട്ടഡ് അല്ലേ ഇവൻ. എന്തൊക്കെയാ ഇവൻ കാണിക്കുന്നേ? സത്യം പറഞ്ഞാൽ സോണിയുമിനാണ് ഏറ്റവും ബെറ്റർ. കുറേ ഗെയിം പ്ലേ ഉണ്ട്. അതായത് ഞാൻ ഇവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് കുറേ കളിച്ചിട്ട് കുറേ കളി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഡിവിഷൻ 2 എത്തിയിട്ട് കാണുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും എത്തത്തില്ലായിരുന്നു മര്യാദ കളിച്ചാണെങ്കിൽ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ ബ്ലിറ്റ്സ് ഗേൾ. ഡബിൾ ടച്ച് ബ്ലിറ്റ്സ് അലാവ്. എടാ ഇത് എന്തെന്നാടാ? സംടൈംസ് സല കിടലാണ്, സംടൈംസ് സല ഇസ് ദ വേസ്റ്റ് ബ്ലിറ്റ്സ് കളർ. പക്ഷെ എനിക്ക് കേസിനെ കൊണ്ട് വലിയ യൂസൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഞാൻ കുറേ കളി കളിച്ചു നോക്കി. എങ്ങനെ അടിച്ചിട്ട് ഇവൻ്റെ താണ്ടൊക്കെ പോകുന്നത്, ഗോൾക്ക് ഈസി ആയിട്ട് പിടിക്കാവുന്ന രീതിയിൽ. പാസിന് സെർജിയോ റാമോസ്, രാമൻ ശരിയാ സീനാലോ. സല പാസിങ് കുറച്ചുകൂടി നോക്കിയിടേണ്ടതാണ് ഞാൻ. സ്നൈഡർ കൊടുക്കും. നൈസ് പാസിങ് ആണ് സ്നൈഡറിൻ്റെ. ഞാൻ കുറേ കളി കളിച്ചതിൻ്റെ ആ ഒരു ഇതിൽ പറയുന്നതാണ്. മിസ് പാസ് പോട്ടെ പറയുമ്പോഴത്തേക്ക് തന്നെ. ഓക്കെ കാസമീറോ, മെസ്സി, സ്നൈഡർ. ലെറ്റ്സ് ഗോ സല, സോണിയമിൻ കേൾ. ലെറ്റ്സ് ഗോ. വരേണ്ടതായിരുന്നു. ഓക്കെ സല. എടാ എന്താടാ അടിച്ച് കയറി വാ മക്കളെ. ഇതൊക്കെ നല്ല ചാൻസ് ഇട്ടിട്ട്. നൈസ് പാസ് മൾഡിനി. ഓക്കെ കിട്ടി. സല, മെസ്സി കൊടുക്കണോ? വേണ്ട, നല്ല റണ്ണാണ്. ഓക്കെ സല എന്ത് റണ്ണായിരുന്നു അറിയോ? അയ്യോ കൊടുക്കില്ല. ഹെർണാണ്ടസിന് ഇപ്പോൾ ബാക്കിലേക്ക് വലിക്കും കണ്ടോ. എടാ ക്രോസാ. ഓക്കെ നല്ല ഡിഫെൻഡിങ് ആണ് ഗൈസ്. കട്ട ഡിഫെൻസീവ് ആണ് ഇതിൽ. ഹെർണാണ്ടസ് തേർഡ്. റോഡ്രി. ഓക്കെ അറ്റാക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. സ്ലോ ബിൽഡിംഗ് ആണ്. ഓക്കെ ന്യൂനസ് കാര്യമൊന്നുമില്ല, വേസ്റ്റാണ്. ചില ആൾക്കാരൊക്കെ ന്യൂനസിനെ വെച്ച് നല്ലോണം കളിക്കാനാണ്. ന്യൂനസ്, ഓഷിമാൻ, ആൽഡിനൊക്കെ വെച്ച് കളിക്കുന്ന എനിക്കൊരു ചങ്ങായിണ്ട്. മരണക്കളിയാണ് സെക്കൻഡ് ഹാഫിൽ ആൽഡിനെ ഇറക്കിയാലോ. ഓക്കെ നല്ല പാസ്. എടാ നല്ല പാസ് ഇടാ. ത്രൂ ബോളൊക്കെ സ്കില്ലിട്ട് കൊടുക്കണം ഇവർക്ക്, സ്കിൽ ട്രെയിനിങ് കളിച്ചിട്ട്. പിന്നെ സലാനെ KMF ആക്കണം എന്നുണ്ട്. AMF സല അല്ലെങ്കിൽ സോണിയമിൻ ആരെങ്കിലും ആയിട്ട് AMF ആക്കണം എന്നുണ്ട്. മെസ്സി വർത്താണ് പക്ഷെ. ഓക്കെ സോണിയമിൻ എന്തിന്നടാ. ഈ മെസ്സി വർത്താണ് പക്ഷേ എന്താ പറയുക, വേറെ കാർഡ് ഉണ്ടെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ക്വിറ്റ് ചെയ്ത് ഗൈസ്. ഡിവിഷൻ 1 ഹിയർ വി ഗോ. ഗെയിം പ്ലേ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കുറേ മാറിയില്ലേ? ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ട് ഞാൻ. യുവോൺ ഹിയർ വി ഗോ. S16+, 1803. ഹിയർ വി ഗോ ഗൈസ്. 58% വിൻ റേറ്റ്. ഇതൊരു എന്താ പറയുക, ഒരു എപ്പോഴും ഉള്ളതാണ്. അതൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും. കൺസിസ്റ്റൻസി ഒരു 58, 55 അതായിരുന്നു എൻ്റെ ആദ്യത്തെ അക്കൗണ്ടിൽ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും ആ ഒരു വിൻ റേറ്റിൽ. ഇനി നമുക്ക് നോക്കണം അടുത്ത ഫേസ്. എന്തായാലും ഒരു 1 വീക്ക് 2 വീക്ക് 1.5 ആഴ്ച അങ്ങനത്തെ ഉള്ളൂ. അതിനുള്ളിൽ അടുത്ത ഇത് വരുമല്ലോ, നമുക്ക് ഫേസിൽ കിട്ടില്ല അറ്റാക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോസ് എല്ലാമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ് ചെയ്യില്ലെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക.
വീഡിയോ ആണെന്ന് കുറേ പേര് സബ് ചെയ്യാത്തവരുണ്ട്. സബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാമായി, നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോ ഇരുന്ന് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ഇടുക. കുറേ പേരുണ്ട് ഒപ്പീനിയൻസ് ഇടുന്നത്. മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു ഡിഫെൻസീവ് ഇട്ടിട്ട് കളിച്ച ആ ഒരു അവനെ പറ്റിയിട്ട് അവൻ്റെ സൈഡിൽ നിന്നിട്ട് എത്ര ആളാണ് കമൻറ്റ് ഇടുന്നത് അറിയോ. കുറച്ചൊക്കെ ശരിയായിരിക്കും, എൻ്റെ അറ്റാക്കിങ്ങിനെ കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അത് വലിയ ടാക്ടിക്സാന്ന് പറയുന്ന കാര്യം അതെനിക്കിപ്പോഴും എന്താ പറയുക, ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. അതൊക്കെയാണോ ടാക്ടിക്സ്? അങ്ങനെയാണ് കളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പൊട്ടുന്ന ഇങ്ങനെ പേടിച്ചിട്ട് കളിക്കുന്നതാണെങ്കിൽ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ.